ഇത്തരം പിന്തിരിപ്പൻ ആശയങ്ങൾ പറയുന്ന മതസാമുദായിക നേതാക്കളെ അല്ലാത്ത സമയത്ത് നമ്മൾ ബഹുമാനിക്കുകയും ഇത്തരം പിന്തിരിപ്പൻ മണ്ടത്തരങ്ങൾ പറയുമ്പോൾ അവർ തള്ളിയിട്ട് സമൂഹം മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അത് തന്നെ കേരള സമൂഹം ജാതി മത വ്യത്യാസമില്ലാതെ ചെയ്യും. സർക്കാർ അതിനൊപ്പം നിൽക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു വ്യായാമ രീതി എന്നതിനപ്പുറം സുംബയെ കാണേണ്ട കാര്യം എന്താണ് ഈ മതപണ്ഡിതർക്കുള്ളത്? കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ഉണർവിനുള്ള ഉപാധി എന്നതിനപ്പുറത്തേക്ക് അതിനെ മറ്റു ചർച്ചകളിലേക്ക് വലിച്ചെടുക്കുന്നത് എന്തിനാണ്? വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ കുട്ടികൾ കടന്നു പോകുന്നത്. കുടുംബഘടനയിലുണ്ടായ മാറ്റം, സോഷ്യൽ മീഡിയ അഡിക്ഷൻ തുടങ്ങിയവ കുട്ടികളുണ്ടാകുന്ന അനുരണനങ്ങൾ ചെറുതല്ല. സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് കുട്ടികളുടെ മാനസികാവസ്ഥ തിരിച്ചറിഞ്ഞിടപെടാൻ നമുക്ക് സാധിക്കണം. ഒരു വ്യായാമ പദ്ധതി, കുട്ടികൾക്ക് മാനസികോല്ലാസം കൂടി നൽകുന്ന ഒരു വ്യായാമ പദ്ധതി നമ്മുടെ സർക്കാർ ആവിഷ്കരിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ നന്മയും സന്തോഷവും ആഗ്രഹിക്കുന്ന നമ്മളെല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടതെന്ന് RDX കരുതുന്നു. വ്യായാമം ചെയ്യുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ വെറും ശരീരങ്ങളായി മാത്രം കാണുന്ന നോട്ടം തന്നെ എന്തൊരു അശ്ലീലമാണെന്ന് കൂട്ടത്തിൽ RDX അന്തം വിട്ടുപോകുന്നു. ഇത്തരം പിന്തിരിപ്പൻ ആശയങ്ങൾ പറയുന്ന മതസാമുദായിക നേതാക്കളെ അല്ലാത്ത സമയത്ത് നമ്മൾ ബഹുമാനിക്കുകയും ഇത്തരം പിന്തിരിപ്പൻ മണ്ടത്തരങ്ങൾ പറയുമ്പോൾ അവർ തള്ളിയിട്ട്